ഒരു ലാപ്ടോപ്പ് മേടിക്കുന്നത് ഭയങ്കര കൺഫ്യൂസിംഗ് ആണെന്ന് എനിക്കറിയാം. അതായത് നിങ്ങൾ ആമസോണിൽ പോയിട്ട് 50,000 രൂപയ്ക്കകത്ത് വരുന്ന ലാപ്ടോപ്പുകൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. അതിൻ്റെ കൂടെ i5 എടുക്കണോ, Ryzen 5 എടുക്കണോ, DDR5 8GB RAM എടുക്കണോ, DDR4 16GB എടുക്കണോ, നിങ്ങളുടെ ലാപ്ടോപ്പ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ കൺഫ്യൂഷനും ഈ ഒരു വീഡിയോ കഴിയുമ്പോഴത്തേക്കും ഞാൻ തീർത്തു തരും. ഇത് വെറും ഒരു ലാപ്ടോപ്പ് ബൈയിങ് ഗൈഡ് വീഡിയോ മാത്രമല്ല, നിങ്ങൾ സ്റ്റുഡൻ്റ് ആവട്ടെ, ഗെയിമേഴ്സ് ആവട്ടെ, എഡിറ്റേഴ്സ് ആവട്ടെ, കോഡിങ് ചെയ്യുന്നവരാവട്ടെ, അങ്ങനെയുള്ള എല്ലാ യൂസ് കേസസിലുള്ളവർക്ക് വേണ്ടിയിട്ട് ബെസ്റ്റായി തോന്നുന്ന കുറച്ച് ലാപ്ടോപ്പും ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. പ്രൊസസ്സർ. ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൊസസ്സർ. ഒരു ലാപ്ടോപ്പിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഏറ്റവും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് പ്രൊസസ്സർ എന്ന് പറയുന്നത്. ഇത് പരമാവധി സിമ്പിൾ ആക്കാനായിട്ട് ഞാൻ ഇതിനകത്ത് ശ്രമിക്കുന്നുണ്ട്. എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. ബേസിക്കലി 2 കമ്പനീസാണ് ഉള്ളത്, ഇൻ്റലും അതുപോലെ തന്നെ ഇൻ്റലിൻ്റെ ഐ സീരീസ്, AMDയുടെ റൈസൻ സീരീസ്. നമ്പേഴ്സ് കൂടുന്തോറും പെർഫോമൻസും പ്രൈസും കൂടും. ഫോർ എക്സാമ്പിൾ i7, i5. ഇപ്പോൾ i5 പ്രൈസ് കുറഞ്ഞതും പെർഫോമൻസ് കുറഞ്ഞതുമാണ്. i7 നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് കൂടിയതും പെർഫോമൻസ് കൂടിയതുമാണ്. നിങ്ങൾക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ i3 എടുക്കുക. നിങ്ങൾക്ക് കുറച്ച് ഫോട്ടോഷോപ്പ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ i5 എടുക്കുക. ഇനി നിങ്ങൾക്ക് 3D റെൻഡറിങ്, ഹൈ എൻഡ് ഗെയിമിംഗ്, 4K എഡിറ്റിംഗ് ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാനായിട്ട് i7 അല്ലെങ്കിൽ i9 നോക്കാവുന്നതാണ്. ഇനി AMD ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ Ryzen 7 Ryzen 9 ഒക്കെ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഞാൻ അവസാനം പറഞ്ഞ Ryzen 9, Ryzen 7, i7, i9 എന്നൊക്കെ പറയുന്നത് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോസസ്സേഴ്സ് ആണ്. നിങ്ങൾക്ക് ശരിക്കും അത് അത്യാവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ അത് ഓപ്റ്റ് ചെയ്യാവൂ. ഇത് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും. പക്ഷേ ഇതല്ല കാര്യം. ഇതിൻ്റെ അകത്ത് ഏറ്റവും കൺഫ്യൂഷൻ വരുന്നത് ഇതിൻ്റെ അവസാനം വരുന്ന ഓരോ ലെറ്റേഴ്സാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇൻ്റൽ എടുത്തു കഴിഞ്ഞാൽ ഇൻ്റൽ i5 1235U എന്ന് പറഞ്ഞിട്ട് ലെറ്റർ കിടക്കും. ചിലതിൻ്റെ അകത്ത് ഇൻ്റൽ i5 1240H എന്ന് പറഞ്ഞിട്ട് കിടക്കും. ഇങ്ങനെയുള്ള ഓരോ അവസാനത്തെ ലെറ്റേഴ്സ് എന്താണ് സൂചിപ്പിക്കുന്നത് പറഞ്ഞുതരാം. ഇത് 2 കേൾക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സിമിലാരിറ്റി തോന്നുമെങ്കിലും ഭയങ്കര വലിയൊരു ഡിഫറൻസ് ഉണ്ട്. പറഞ്ഞുതരാം. അവസാനം യു എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്റർ ആണെന്ന് ഉള്ളതെന്നുണ്ടെങ്കിൽ വെബ് ബ്രൗസിങ്, വേർഡ്, എക്സൽ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ടാസ്കുകളും ബേസിക് ആയിട്ടുള്ള പ്രോസസ്സിംഗ് പവർ മാത്രമായിരിക്കും ആ ഒരു പ്രോസസ്സറിൻ്റെ അകത്ത് ഉണ്ടാവുക. ഇനി നിങ്ങൾക്ക് കുറച്ച് കാഷ്വൽ ഗെയിമിങ്ങും അതും 1080pയിലുള്ള കാഷ്വൽ ഗെയിമിംഗ്, കുറച്ച് കോഡിങ്, കുറച്ച് ഫോട്ടോഷോപ്പ്, കുറച്ച് എഡിറ്റിംഗ് അങ്ങനെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പെർഫോമൻസ് കൂടിയ P സീരീസ് നിങ്ങൾക്ക് എടുക്കാം. ഇനി അതുമല്ല നിങ്ങൾക്ക് ഹൈ എൻഡ് ആയിട്ടുള്ള 4K എഡിറ്റിംഗ്, അതുപോലെ തന്നെ 3D റെൻഡറിങ്, നേരത്തെ പറഞ്ഞ പോലെ ഹൈ എൻഡ് 4K ഗെയിമിംഗ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ H ആയിരിക്കും അവസാനം വരുന്ന ലെറ്റർ എന്ന് പറയുന്നത്. ഇനി ഇത് AMDയിലും ആപ്ലിക്കബിൾ ആണ്, അതുപോലെ തന്നെ നമ്മുടെ ഇൻ്റലിലും ആപ്ലിക്കബിൾ ആണ്. പക്ഷെ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, AMD പ്രോസസ്സേഴ്സിൽ ചില കേസിൽ മാത്രം HS എന്ന അവസാനം ഉണ്ടെങ്കിൽ അതൊരു ലോ പവേർഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ ആയിരിക്കും. അപ്പോൾ AMDയുടെ കാര്യത്തിൽ മാത്രം ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ പ്രോസസ്സേഴ്സിൻ്റെ 2 ആസ്പെക്റ്റുകൾ നമ്മൾ കവർ ചെയ്തു. ഇനി ഇതിൻ്റെ അകത്തുള്ള മെയിൻ ആയിട്ടുള്ള സാധനം ജനറേഷൻ. അവിടെയാണ് ഏറ്റവും ട്രിക്കിയസ്റ്റ് ആയിട്ടുള്ള വരുന്നത്. ഇപ്പോൾ ജനറേഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ലാപ്ടോപ്പ് നോക്കാനിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഇൻ്റൽ നോക്കുന്നവർ 11th ജെന്നിന് താഴെ എടുക്കാതിരിക്കുക. കാര്യം ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ജനറേഷൻ പ്രോസസ്സേഴ്സാണ്. റൈസൺ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 5000 സീരീസിന് മേളിലേക്ക് എടുക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും 10th ജെൻ അതുപോലെ തന്നെ 4000 സീരീസ് ഒക്കെ മോശമാണോ എന്ന്. മോശമാണെന്നല്ല പറയുന്നത്, ഔട്ട്ഡേറ്റഡ് ആണ്. നിങ്ങളൊരു പർച്ചേസ് നടത്തുന്ന സമയത്ത് മാക്സിമം ഒരു 2 വർഷം മുതൽ 3 വർഷം വരെയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഒരു 3 വർഷം വരെ ഔട്ട്ഡേറ്റഡ് ആവാതെ നിൽക്കുന്ന തരത്തിൽ എടുക്കുക. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇൻ്റൽ ആണെന്നുണ്ടെങ്കിൽ 12th ജെൻ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ 13th ജെൻ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി റൈസൺ ആണെന്നുണ്ടെങ്കിൽ 5000 സീരീസോ അല്ലെങ്കിൽ 7000 സീരീസോ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ജനറേഷൻ കൂടുന്നതിനനുസരിച്ച് പ്രൈസും കൂടുന്നുള്ളത് ഞാൻ പറയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബേസിക് ആയിട്ടുള്ള പ്രോസസ്സേഴ്സ് തന്നെ അത്യാവശ്യം 11th ജെൻ ഒക്കെ വെച്ചിട്ടാണ് വരുന്നത്. ഇനി ലാപ്ടോപ്പ് നോക്കുന്ന സമയത്ത് മെയിൻ ആയിട്ടുള്ള ഘടകം ഡിസ്പ്ലേ. ഫോൺ നോക്കുന്നത് പോലെ തന്നെയാണ്. ലാപ്ടോപ്പിൽ 3 തരം ഡിസ്പ്ലേസ് ആണ് വരുന്നത്. ഒന്നാമത്തത് TN പാനൽ. ബ്രാൻഡ്സ് ഇതിനെ ബാക്ക് ലിറ്റഡ് ഡിസ്പ്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പുഷ്പിച്ച് പറയാറുണ്ടെങ്കിലും സംഭവം വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ പാനലാണ്. നല്ല ഷോകം വ്യൂയിങ് ആംഗിൾസ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു 20,000 രൂപയ്ക്കകത്തുള്ള അല്ലെങ്കിൽ 20,000 രൂപയ്ക്ക് താഴെയുള്ള ലാപ്ടോപ്പുകൾ വാങ്ങുന്ന സമയത്ത്, എസ്പെഷ്യലി ക്രോം ബുക്കുകളെല്ലാം വാങ്ങുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതും ഈ TN പാനലാണ്. അതിനുശേഷം വരുന്നത് IPS. TN പാനലിനെ വെച്ച് നോക്കുന്ന സമയത്ത് എത്രയോ ഭേദമാണെന്നറിയാവോ. ലൈക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു കമ്പാരിസൺ നോക്കിക്കഴിഞ്ഞാൽ TN പാനലിൽ ഒരു വീഡിയോ കാണുന്നതും IPS പാനലിൽ ഒരു വീഡിയോ കാണുന്നതും ഭയങ്കര ഡിഫറൻസ് ആണ്. അത്യാവശ്യം നല്ല കളർ കാലിബ്രേറ്റഡ് ആയിരിക്കും, നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും, മൂവീസ് ഒക്കെ കാണാനായിട്ട് നല്ല രസമായിരിക്കും. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു ലെനോവോയുടെ ഒരു ലാപ്ടോപ്പ്. ആ ലാപ്ടോപ്പിനകത്ത് വരുന്നത് IPS ഡിസ്പ്ലേ ആണ്. അടുത്ത ഡിസ്പ്ലേ ആണ് നിങ്ങളെ ഇംപ്രസ് ചെയ്യാൻ പോകുന്നത്. എങ്കപ്പ റിച്ചിഡ എന്ന സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് OLED പാനലുള്ള
ലാപ്ടോപ്പുകൾ ചൂസ് ചെയ്യാവുന്നതാണ്. ഈ OLED പാനൽ എന്ന് പറഞ്ഞാൽ നല്ല ഡീപ്പായിട്ടുള്ള ബ്ലാക്കുകളും അതുപോലെ തന്നെ കളേഴ്സൊക്കെ നല്ല എറിച്ച് നിൽക്കുന്ന നമ്മുടെ AMOLED ഡിസ്പ്ലേ ഇല്ലേ, അത് തന്നെയാണ് സംഭവം. AMOLED ഡിസ്പ്ലേ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാം. ഇതിനകത്ത് ആൻറ്റി ഗ്ലിയർ കോട്ടിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല രസമായിരിക്കും നമുക്ക് വർക്ക് ചെയ്യാനായിട്ടും വീഡിയോസ് കാണാനായിട്ടും. കളേഴ്സൊക്കെ പക്കയായിരിക്കും. ഫോർ എക്സാമ്പിൾ ഈ ലാപ്ടോപ്പിൽ ഉള്ളത് OLED പാനലാണ്. ഇത് ഓറസിൻ്റെ എയ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. നല്ല വിലയുള്ളൊരു മോഡലാണ്. ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു ഡിസ്പ്ലേ ആണ് OLED പാനൽ. എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂയിങ് ആംഗിൾസ് ആയിരിക്കും, ഭയങ്കര ബ്രൈറ്റ്നസ് ആയിരിക്കും, ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും, സ്വീറ്റ് ആയിരിക്കും. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീരിയസ് ഗെയിമേഴ്സ്, വീഡിയോ എഡിറ്റേഴ്സ്, 4Kയിൽ കളർ ഗ്രേഡിങ് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഈ OLED പാനൽ അല്ലെങ്കിൽ 144 ഹെർട്സ് റെസൊല്യൂഷൻ നോക്കിയിട്ടൊക്കെ എടുത്താൽ മതി. അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള 1080p റെസൊല്യൂഷൻ തന്നെ നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ പർപ്പസ്. നിങ്ങൾക്കിപ്പോൾ 4Kയിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് റെസൊല്യൂഷൻ കൂടിയ ലാപ്ടോപ്പ് വേണം, നിങ്ങൾക്ക് 144 ഹെർട്സ് അല്ലെങ്കിൽ 165 ഹെർട്സ് റിഫ്രഷ് റേറ്റ് വേണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള പാനലുകൾ നോക്കുക. IPSൻ്റെ 144 ഉണ്ട്, IPSൻ്റെ 165 ഉണ്ട്, OLEDൻ്റെ ഉണ്ട്, നിങ്ങളുടെ ഇഷ്ടം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ, എല്ലാവരും കൺഫ്യൂസ് ആവുന്നൊരു പാർട്ടാണ് ഗ്രാഫിക് കാർഡ്. അതിലേക്ക് വരാം. ഗെയിം കളിക്കാനായിട്ടും വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടൊക്കെ മിഡ് റേഞ്ച് അല്ലെങ്കിൽ ഹൈ എൻഡ്, ഞാൻ പറഞ്ഞ ആദ്യത്തെ കാറ്റഗറി അല്ല, രണ്ടാമത്തെയും മൂന്നാമത്തെയും കാറ്റഗറിയിലുള്ള ലാപ്ടോപ്പുകൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രാഫിക് കാർഡ് ഉറപ്പായിട്ടും ചെക്ക് ചെയ്തിരിക്കണം. അതായത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 144 ഹെർട്സ് റിഫ്രഷ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഉള്ള ലാപ്ടോപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ 144 FPS നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ പറ്റണം. അതിനായിട്ട് ഇവിടെ ഉള്ളൊരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഒട്ടുമിക്ക ലാപ്ടോപ്പുകളും ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക് കാർഡുകൾ വെച്ച് വരുന്നുണ്ട്, ഡെഡിക്കേറ്റഡ് ഗ്രാഫിക് കാർഡുകൾ വെച്ചും വരുന്നുണ്ട്. നിങ്ങൾ ആമസോണിലൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് തന്നെ എഴുതിയിരിക്കും ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ്. ഈ ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സിന് പവർ കുറച്ച് കുറവായിരിക്കും. നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഗെയിമിംഗ്, ബേസിക് ആയിട്ടുള്ള പർപ്പസുകൾ മാത്രമേ ഫുൾഫിൽ ചെയ്യുള്ളൂ. ഇനി തൊട്ടടുത്ത കാറ്റഗറി ഡെഡിക്കേറ്റഡ് ഗ്രാഫിക് കാർഡുള്ള ലാപ്ടോപ്പുകൾ. ഈ ലാപ്ടോപ്പുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഗ്രാഫിക് കാർഡ് ചിപ്പ് അല്ലെങ്കിൽ ഒരു ഗ്രാഫിക് കാർഡ് ഈ ഒരു ലാപ്ടോപ്പിനകത്തുണ്ടാവും. അതായത് നിങ്ങൾക്ക് ഫോർസ ഹൊറൈസൺ പോലെയുള്ള അല്ലെങ്കിൽ AAA ടൈറ്റിൽസ്, ഭയങ്കര ഹൈ എൻഡ് ഗ്രാഫിക്സ് ഉള്ള സൈബർ പങ്ക്, PUBG PC ഇതേപോലുള്ള ഗെയിമുകൾ കളിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഡെഡിക്കേറ്റഡ് ഗ്രാഫിക് കാർഡുള്ള ലാപ്ടോപ്പ് തന്നെ എടുക്കണം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റുന്നത് 30 സീരീസ് RTX 30 സീരീസ് ഉള്ള 3050 3060 ഒക്കെ ഉള്ള ലാപ്ടോപ്പുകൾ എടുക്കാം. കുറച്ചുകൂടി ഹൈ എൻഡ് ആണ്, നേരത്തെ പറഞ്ഞ പോലെ 4K വീഡിയോ എഡിറ്റിംഗ് അല്ലെങ്കിൽ 4K ഗെയിമിംഗ്, ഹൈ എൻഡ് ഗെയിമിംഗ് ഒക്കെ വേണമെന്നുള്ളവർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയൻറ്റിൽ എടുക്കാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഹൈ എൻഡ് ഗെയിമിംഗ് ആണ് വേണ്ടത്, ഹൈ എൻഡ് എഡിറ്റിംഗ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് ഗ്രാഫിക് കാർഡുള്ള അല്ലെങ്കിൽ ഗ്രാഫിക് ഉള്ള ലാപ്ടോപ്പാണ് നിങ്ങൾ എടുക്കുന്നതെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഹൈ എൻഡ് ഗെയിമിംഗ് ഒന്നും ചെയ്യാത്ത ആളാണ്, നിങ്ങൾ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള വീഡിയോ എഡിറ്റിങ്ങും പരിപാടികളൊക്കെ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് എടുക്കാം. നിങ്ങൾ ഹൈ എൻഡ് ഗെയിം ചെയ്യുന്നവരാണ്, ആഫ്റ്റർ എഫക്ട്സ്, 3D റെൻഡറിങ് ഇതേപോലുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് ഉള്ള ലാപ്ടോപ്പ് തന്നെ എടുത്തിരിക്കണം. ഇനി ഏറ്റവും ഈസി ബട്ട് എല്ലാവരും മെസ്സപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് റാം. നിങ്ങളൊരു ലാപ്ടോപ്പ് എടുക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു 8 GB റാമുള്ള ലാപ്ടോപ്പ് എങ്കിലും എടുത്തിരിക്കണം. ആ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പവർ പോയിന്റ്, വേർഡ്, ഫോട്ടോ എഡിറ്റിംഗ്, അതുപോലെ തന്നെ കോഡിങ് ഇതേപോലുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ 8 GB എന്ന് പറയുന്നത് സഫീഷ്യൻ്റ് ആണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് തരത്തിൽ ഓപ്റ്റ് ചെയ്യാം. ചില ലാപ്ടോപ്പിൽ എക്സ്പാൻഡബിൾ റാം എന്ന് എഴുതിയിരിക്കും, അതിന് നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ റാം ആഡ് ചെയ്യാൻ പറ്റും. ചിലതിൽ നോൺ എക്സ്പാൻഡബിൾ റാം ആയിരിക്കും. അതിൻ്റെ അകത്ത് നമ്മൾ വാങ്ങുന്ന സമയത്ത് എത്ര GB റാം ആണോ ഉണ്ടാവുക അത് തന്നെ ആയിരിക്കും ജീവിതകാലം മൊത്തം ഉണ്ടാവുക. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ 16 GB വാങ്ങുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഫ്രീ സ്പേസ് കിട്ടും ഒരു മൾട്ടി ടാസ്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഇനി DDR4 വേണോ DDR5 വേണോ എന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ ബഡ്ജറ്റ് കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് ഫണ്ട് സംഘടിപ്പിച്ച് DDR5 എടുക്കാനേ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പിൾ ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. അതായത് ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നത് 6 മാസത്തേക്കോ 1 വർഷത്തേക്കോ യൂസ് ചെയ്യാനല്ല, ഒരു 2 മുതൽ 3 വർഷം വരെയൊക്കെ യൂസ് ചെയ്യാനാണ്. നിങ്ങളൊരു ഹൈ എൻഡ് ലാപ്ടോപ്പാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 60,000-70,000 രൂപയ്ക്കുള്ള ലാപ്ടോപ്പാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഒരു 2 വർഷമെങ്കിലും അറ്റ്ലീസ്റ്റ് പോയിരിക്കണം. ആ 2 വർഷം പോകാനായിട്ടുള്ള ഫ്യൂച്ചർ പ്രൂഫ് എന്ന ലെവലിൽ നോക്കുന്ന സമയത്ത് DDR5 ആണ് ഏറ്റവും ബെസ്റ്റ്. ആ സമയത്ത് കുറച്ചുകൂടി റെലവൻസ് ഉണ്ടാവും. ആൻഡ് യെസ്, ഐ അക്സെപ്റ്റ് ദ ഫാക്ട് DDR4 സ്പീഡ് കുറവായിരിക്കും, DDR5 കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരിക്കും നിങ്ങളുടെ ലാപ്ടോപ്പ്. ഇപ്പോൾ അത് എൻ്റെ കയ്യിലിരിക്കുന്ന എയറോ നോക്കിക്കഴിഞ്ഞാൽ DDR5 സപ്പോർട്ട് ചെയ്തിട്ടുള്ള റാമുകളാണ് ഉള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടി കാണും. ഇതെല്ലാം പോട്ടെ, ഇവിടെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പരിപാടിയുണ്ട്, ബഡ്ജറ്റ്.
അതായത് നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയുണ്ടെന്നുള്ളത്. കുറച്ച് സജഷൻസ് തരാം. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്യാവുന്നതാണ്. ബട്ട് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് സജഷൻസ് തരുന്നു എന്നേ ഉള്ളൂ. നിങ്ങളിപ്പോൾ 15,000-നും 20,000-നും ഇടയ്ക്കുള്ള ലാപ്ടോപ്പുകളാണ് നോക്കുന്നുണ്ടെങ്കിൽ, അതായത് ഭയങ്കര ബഡ്ജറ്റുള്ള ലാപ്ടോപ്പാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സുകൾക്ക് യൂട്യൂബ് വീഡിയോ കാണാനും അത്യാവശ്യം ടാസ്കുകളൊക്കെ ചെയ്യാനായിട്ട് ക്രോം ബുക്ക് നല്ലതാണ്. ഇതിനകത്ത് ക്രോം OS ആണ് വരുന്നത്, വിൻഡോസ് ആയിരിക്കില്ല. ബട്ട് ക്രോം ബുക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ച് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ പരിപാടികളൊക്കെ ചെയ്ത് തീർക്കാം. ഏസൂസിൻ്റെ ക്രോം ബുക്ക് ടച്ച് ഉണ്ട്. അതിൻ്റെ അകത്ത് ഇൻറ്റൽ സെലറോൺ എന്ന് പറഞ്ഞിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഇൻറ്റൽ പ്രൊസസ്സറാണ് വരുന്നത്. അത്യാവശ്യം പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ HP-യുടെ ക്രോം ബുക്ക് ഉണ്ട്, മീഡിയാടെക് ആണ് പ്രൊസസ്സർ വരുന്നത്, അത് നല്ലതാണ്. ഇനി നിങ്ങൾക്ക് വിൻഡോസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വിൻഡോസിൻ്റെ അകത്ത് കുറച്ച് ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ ഒരു 15,000-നും 23,000-24,000-ൻ്റെ അകത്ത് ഇൻഫിനിക്സിൻ്റെ ഇൻബുക്ക് X1 Neo നല്ലതാണ്. ഞാൻ ഈ ഒരു ചാനലിൽ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ 22,000 രൂപയ്ക്കും 23,000 രൂപയ്ക്ക് അകത്താണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇൻഫിനിക്സ് എന്ന ബ്രാൻഡിനോട് വിരോധമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എടുക്കാവുന്നതാണ്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു സാധനമാണ് ഇൻഫിനിക്സിൻ്റെ ലാപ്ടോപ്പ്. ഒരേ ഒരു കൺസേൺ എനിക്ക് ഇൻഫിനിക്സിൻ്റെ കാര്യത്തിൽ ഫീൽ ചെയ്യുന്നത് സർവീസ് മാത്രമാണ്. നിങ്ങളുടെ വീടിൻ്റെ ഒരു 70-50 കിലോമീറ്റർ പരിധിയിലെങ്കിലും ഒരു സർവീസ് സെൻറ്റർ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എടുക്കുക. ഇനി 30,000 മുതൽ 40,000 വരെ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ ഗെയിമിംഗ് എഡിറ്റിംഗ് ഒക്കെ ചെയ്യാം, ഒരു എൻട്രി ലെവൽ ലാപ്ടോപ്പാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിയൽമി ബുക്ക് നല്ലൊരു ഓപ്ഷനാണ് എനിക്ക് തോന്നിയത്. കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് പോയിന്റിൽ 2K ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യൂട്യൂബ് അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോമുകൾ കാണുന്ന സമയത്ത് നല്ല യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് 41K ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള റിയൽമി ബുക്ക് പ്രോ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഞാൻ പക്ഷേ അത് റെക്കമെൻഡ് ചെയ്യില്ല. ഞാൻ ഈ റിയൽമി ബുക്കായിരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾ കുറച്ചുകൂടി ബഡ്ജറ്റ് പുഷ് ചെയ്തിട്ട് ഒരു 55,000 രൂപ മുതൽ 60,000 രൂപ വരെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ കുറച്ച് സജഷൻസ് ഉണ്ട്. HP-യുടെ വിക്ടസ് ഗെയിമിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഏസൂസിൻ്റെ വിവോ ബുക്ക് 16X ഉണ്ട്, HP-യുടെ 14S ഉണ്ട്. ഇതിൽ മൂന്നിലും ഗെയിമിങ്ങും എഡിറ്റിങ്ങും അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഞാൻ ഏറ്റവും മെയിൻ ആയിട്ട് നോക്കിയത്. നിങ്ങൾക്ക് ഗെയിമിങ്ങും ചെയ്യാൻ പറ്റണം, എഡിറ്റിങ്ങും ചെയ്യാൻ പറ്റണം. ലിറ്ററലി ഞാനൊരു ബേസിക് ആയിട്ടുള്ളൊരു തീം പറഞ്ഞുതരാം ഗൈസ്. ഗെയിമിംഗ് മാത്രം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലാപ്ടോപ്പുകളും ഉണ്ട്, എഡിറ്റിംഗ് മാത്രം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറും ഉണ്ട്. ഇത് രണ്ടും കൂടി പറ്റുന്ന തരത്തിലുള്ളതാണ് ഞാൻ ചൂസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ HP-യുടെ വിക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് Ryzen 5 5600H ആണ് വരുന്നത്. ഇറ്റ്സ് എ ഹൈ എൻഡ് പ്രൊസസ്സർ. 57,000 രൂപയാണ് ഇപ്പോൾ ആമസോണിൽ കിടക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഫേഴ്സൊക്കെ നോക്കി നിങ്ങളുടെ ലോക്കൽ ഷോപ്പിലൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കാവുന്നതാണ്. ഇനി ഏസൂസിൻ്റെ വിവോ ബുക്ക് 16X ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ചുകൂടി ഹൈ എൻഡ് ആണ്. Ryzen 7 ആണ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു 58,000 രൂപ 60,000 രൂപയ്ക്കകത്ത് കിട്ടും. ഇനി HP-യുടെ 14S ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് 12th Gen Intel i5 ആണ് വരുന്നത്. 16 GB റാം ഉണ്ട്. നിങ്ങൾക്ക് ഒരു 59,000 രൂപ, അതായത് 60,000 രൂപയ്ക്ക് കിട്ടും. നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 55,000 രൂപയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഒരു 5,000 രൂപയും കൂടി എവിടെന്നെങ്കിലും കണ്ടുപിടിക്കുക, സംഘടിപ്പിക്കുക, 60 ആക്കുക, എന്നിട്ട് എടുക്കുക. ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ 45,000 ആണെന്നുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും ഒരു 5,000 കൂടി സംഘടിപ്പിക്കുക, അത് 50 ആക്കുക. നിങ്ങളിൽ 50 ആണെന്നുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും ഒരു 5,000 കൂടി കണ്ടുപിടിക്കുക, അത് 55 ആക്കുക. നിങ്ങളിൽ 60 ആണെന്നുണ്ടെങ്കിൽ 5,000 കണ്ടുപിടിക്കുക, 65 ആക്കുക. ഈ ഒരു കാറ്റഗറിയിൽ എനിക്ക് എക്സ്ട്രാ എല്ലാം എടുത്തു പറയാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ സമയം ഒരുപാട് പോവും. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതായത് 30,000 രൂപയ്ക്കകത്തുള്ളതും നിങ്ങൾക്ക് ലൈറ്റ് ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഏതാണ്, 60,000 രൂപയ്ക്ക് ഏതാണ്, ഇനി 70,000 രൂപയ്ക്ക് മേളിലോട്ടുള്ളതാണെങ്കിൽ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ പറയുന്നു എൻ്റെ അപ്പർ റിച്ചഡാ ആ സെറ്റപ്പ്, അതായത് 70,000 രൂപ. 70,000 രൂപയാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കരിയറിൽ ആവശ്യമാണെങ്കിൽ മാത്രം എടുത്താൽ മതി. നിങ്ങൾ ഹൈ എൻഡ് ഗെയിമിംഗ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഹൈ എൻഡ് ആയിട്ട് നിങ്ങൾ ആ എടുക്കുന്ന സാധനത്തിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിരിക്കണം. വെറുതെ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കാനാണെന്നുണ്ടെങ്കിൽ 70,000 രൂപയ്ക്ക് മേളിലോട്ടുള്ള സാധനം എടുക്കരുത് പ്ലീസ്. ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് മാക്ബുക്കിനെ പറ്റി സംസാരിക്കാത്തത് വേറൊന്നുമല്ല. നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് എല്ലാ സോഫ്റ്റ്വെയർസും പൈസ കൊടുത്ത് വാങ്ങാനായിട്ട് ഒരു പ്രശ്നമില്ല. ഐഫോൺസ് ആയിട്ട് ഏറ്റവും നല്ല എക്കോസിസ്റ്റം വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യാനായിട്ട് പ്രശ്നമില്ല. ഇതുവരെ നിങ്ങൾ യൂസ് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് ട്രൈ ചെയ്യാനായിട്ട് ഇഷ്ടമാണെന്നൊക്കെ ഉണ്ടെങ്കിൽ മാക്ബുക്ക് എന്തായാലും എടുക്കാം. മാക്ബുക്കിൻ്റെ തന്നെ സിലിക്കോൺ ചിപ്പുകൾ, അതായത് M1 M2 പോലുള്ള ചിപ്പുകളൊക്കെ ഭയങ്കര പവർഫുൾ ആണ്. ആക്ച്വലി നമുക്ക് മാക്ക് ഉണ്ട്, ഒരു iMac ഉണ്ട്, M1 iMac ആണ്. നമ്മുടെ എഡിറ്റിംഗ് സിസ്റ്റം മൊത്തത്തിൽ ഭയങ്കര ഈസി ആക്കിയത് M1 iMac ആണ്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ആ ഒരു സാധനം വാങ്ങാനായിട്ട് 1,39,000 രൂപയായി. അതിൻ്റെ കൂടെ ഒരു 30,000 രൂപ എക്സ്ട്രാ FCP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ, എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിന്. അതിൻ്റെ കൂടെ ബാക്കിയുള്ള ഒരു SSD, അതായത് ഇതിന് സ്റ്റോറേജ് കുറവായതുകൊണ്ട് ഒരു 1 TBയുടെ SSD സാംസങ്ങിൻ്റെ, അതിന് 10,000 രൂപ. എല്ലാം കൂടി 1,50,000 രൂപ ചിലവായി.
നിങ്ങൾ അത്രയും പൈസയുണ്ട്, പൈസ ഒരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ മാക്ബുക്കുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മാക്കിൻ്റെ സിസ്റ്റം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതിനെക്കുറിച്ച് ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എത്ര കമൻറ്റ് ഉണ്ടെന്ന് നോക്കിയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ഇടുന്നതായിരിക്കും. ഇതിൻ്റെ അകത്ത് പോർട്ടിനെ പറ്റി ഞാൻ ഒരു ലാപ്ടോപ്പിനെ കുറിച്ചും പറഞ്ഞിട്ടില്ല. എല്ലാം സിമിലർ ആണ്. നിങ്ങളത് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. അത് പറഞ്ഞ് ചുമ്മാ ടൈം കളയാനായിട്ട് തീരെ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ ലാപ്ടോപ്പിനെ കുറിച്ചിട്ടുള്ള എല്ലാ കൺഫ്യൂഷനും ഈ ഒരു വീഡിയോയ്ക്കകത്ത് മാറി എന്ന് തന്നെയാണ് കരുതുന്നത്. ഒരുപാട് എഫേർട്ട് എടുത്താണ് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി ഞാൻ ചെയ്തിട്ടുള്ളത്. ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേരുടെ ഹാർഡ് വർക്ക് ഉണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക.